ശബരിമലയിൽ ഏതായാലും മണ്ഡലകാല തീർത്ഥാടനം കഴിഞ്ഞ് മകരവിളക്ക് തീർത്ഥാടന കാലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നലെ നട തുറന്നു. ആദ്യ ദിനം തന്നെ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. 52,568 തീർത്ഥാടകരാണ് ആദ്യ ദിവസം ദർശനം നടത്തിയത്. ജനുവരി 14 മകരവിളക്ക്, നമുക്കറിയാം. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ലതീഷാണ് സന്നിധാനത്ത് നിന്ന് ഇപ്പോൾ നമ്മളോടൊപ്പം മകരവിളക്കിന്റെ തീർത്ഥാടന കാലത്തിന്റെ വിശേഷങ്ങൾ പറയാനായി ചേർന്നത്. ലതീഷ, സ്വാമിശരണം. എങ്ങനെയുണ്ട് സന്നിധാനത്ത് എത്തിയിട്ട്? വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നു. ഇന്നും വലിയ തിരക്ക് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇന്നലെ 66,394 11 മണി വരെയുള്ള കണക്കാണ്. 7 മണിക്കൂർ കൊണ്ടാണ് ഇത്രയും തീർത്ഥാടകർ ദർശനം നടത്തി, സുഗമമായ ദർശനം നടത്തിയവർ സായുജ്യമടഞ്ഞ് നാട്ടിലേക്ക് മടങ്ങിയത്. ഇന്ന് രാവിലെ മുതൽ 3 മണി മുതൽ വലിയ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യമാണുള്ളത്. 7 മണി വരെയുള്ള കണക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 19,791 പേർ 7 മണി വരെ, 1 മണിക്കൂർ മുമ്പ് വരെയുള്ള സമയത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 19,791 പേർ ദർശനം. വിപുലീകരണങ്ങളാണ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെയുള്ള ഭക്തർ കൂടുതലായി എത്തുന്ന നേരത്തെ 3 സ്പോട്ട് ബുക്കിംഗ് സൗകര്യങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നലെ മുതൽ അത് 5 സ്പോട്ട് ബുക്കിംഗ് സൗകര്യങ്ങൾ കൂടി 5ആയി സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ കൂടുതൽ ആളുകൾ സ്പോട്ട് ബുക്കിംഗ് വഴിയും ദർശനം നടത്തുന്ന സാഹചര്യം നിലവിലുണ്ട്. 1 മിനിറ്റിൽ 81 തീർത്ഥാടകർ 18ാം പടി കയറുന്ന നിലയിലാണുള്ളത്. ആ നിലയിൽ പോലീസ് ഉദ്യോഗസ്ഥർ വളരെ കൃത്യമായ അടുക്കും ചിട്ടയോടും കൂടി തീർത്ഥാടകരെ പരമാവധി 18ാം പടി ചവിട്ടി ശബരിമലയിലേക്ക് എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. 5ാമത് ബാച്ച്, പോലീസിന്റെ 5ാമത് ബാച്ച് ഇന്നലെ മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ ഭാഗമായി ചുമതലയേറ്റു. 1437 പേരാണ് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് SP S മധുസൂദന്റെ നേതൃത്വത്തിൽ ഇന്നലെ മുതൽ സന്നിധാനത്ത് ഡ്യൂട്ടിയിലുള്ളത്. പരമാവധി ആളുകൾക്ക് ഏറ്റവും സുഗമമായ ദർശനം സാധ്യമാക്കാൻ ആവശ്യമായ നടപടികളാണ് ഇവർ ചെയ്യുന്നത്. പോലീസിന്റെ സേവനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഓരോ 20 മിനിറ്റിലും ഇവിടെ 18ാം പടിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ മാറി 18ാം പടി ചവിട്ടാനും തുടർന്ന് ദർശനത്തിനുള്ള സൗകര്യവും ഒരുക്കുന്ന നിലയാണ് ഉള്ളത്. എന്തായാലും മരക്കൂട്ടം വരെ ഇന്ന് ക്യൂ ഉണ്ട് എന്നാണ് നമുക്ക് രാവിലെ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിച്ച വിവരം. ആ നിലയിൽ കൂടുതൽ ആളുകൾ ദർശനത്തിലെത്തുന്നു. 1 ലക്ഷത്തിൽ പരം ആളുകൾ എത്തിയ ദിവസം വരെ മണ്ഡലകാലത്തുണ്ടായിരുന്നു. ആ നിലയിൽ തന്നെ കൂടുതൽ ആളുകൾ മകരവിളക്ക് തീർത്ഥാടനത്തിനും ശബരിമലയിലേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് ഈ തിരക്കിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ജനുവരി 14 മകരവിളക്ക് മഹോത്സവം. മകരവിളക്കിന് ശേഷവും 19 വരെ നട തുറക്കും. 20 രാവിലെ നടയടയ്ക്കുന്നതോടുകൂടിയായിരിക്കും ഈ വർഷത്തെ തീർത്ഥാടനത്തിന് സൗകര്യമൊരുക്കുക. വലിയ തിരക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും. നമുക്ക് തിരക്കിലേക്ക് പോകാമെന്ന് തോന്നുന്നു. കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. വിപുലമായ ക്രമീകരണങ്ങൾ മണ്ഡലകാലത്തെ പോലെ തന്നെ മകരവിളക്ക് മഹോത്സവവും ഏറ്റവും സുഗമമായി നടത്താൻ ആവശ്യമായ ലതീഷ്, ആ ദൃശ്യങ്ങളിടയ്ക്ക് വിഷ്വൽസ് ഇടയ്ക്ക് ഫ്രീസ് ആകുന്നുണ്ട്. ലതീഷ് ഒന്ന് പരിശോധിക്കണേ. എനിക്ക് തോന്നുന്നു തിരക്ക് കൂടുമ്പോൾ ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കാം. കാരണം ഇതൊക്കെ ഈ സിമ്മിലാണ്, നമ്മുടെ മൊബൈൽ ഫോണിലുള്ള സിമ്മ് തന്നെയാണ് നമ്മുടെ ഈ ലൈവ് കൊടുക്കുന്ന TV സംവിധാനത്തിൽ ഉള്ളത്. എല്ലാവരുടെയും അങ്ങനെ തന്നെയാണ്. ചിലപ്പോഴൊക്കെ ഫ്രീസ് ആകാനുള്ള സാധ്യതയുണ്ട്.